പിന്നെ പണ്ട് ഒരു ബാങ്ക് ഉറക്കത്തിന് വെച്ചുകൊണ്ട് നമ്മളെ ഒരു മുക്കറി കൊടുത്തുകൊണ്ട് പറഞ്ഞാലോ പെട്ടെന്ന് സമയം മനസ്സിലായ ഇപ്പൊ കൊടുത്ത ബാങ്കല്ലാന്ന്. എന്നാ ഈ കേരിയ കല്യാണം ഉണ്ടാവാൻ മാറി. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അപ്പൊ ഇതാ മക്കളെ, ഞങ്ങള് നേരത്തെ പറഞ്ഞ ആ കല്യാണത്തിന് പോവുകയാണ്. കുറ്റിപ്പുറാണ്, വളാഞ്ചേരി കുറ്റിപ്പുറത്തേക്കാണ് പോകുന്നത്. എല്ലാരും ഉണ്ട്. ഇതാ മാളുവിന്റെ ഡ്രസ്സൊക്കെ കണ്ടില്ല, അഭിപ്രായങ്ങൾ ചെയ്യോണ്ടിട്ടാ, കമന്റ് ചെയ്യോണ്ട് അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ട് ഡ്രസ്സ് ചെയ്യുന്നത്, അടിപൊളിയല്ല മാഷാ അല്ലാ ഇല്ല പൊന്നാ. അപ്പൊ ഇമ്മ പുറകിൽ ഇരുന്നിട്ടുണ്ട്, അതിന് തക്കതായ കാരണുണ്ട്. എന്താ വെച്ചാല് മാളു ബാക്കിൽ ഇരുന്നാല് അവിടെ മുത്തും കുട്ടിമോനും ഇരുന്നാല് സീറ്റിന് സൗകര്യം കുറയും. അപ്പൊ ഇമ്മ തടിയില്ലാത്തോണ്ട് ഇമ്മ അങ്ങോട്ട് ബാക്കിലേക്ക് ഇരുന്നാട്ടോ, അല്ല വേറെ ഒന്നും അതിനെ ഉദ്ദേശിക്കരുത്. ഇവര് രണ്ടുപേരും കൂടി ഇദ്ദേഹം ഇരുന്ന അത്രയും ഇവിടെ ഫ്രണ്ടില് സൗകര്യം കിട്ടിയിട്ട് ഇരുന്നാട്ടാ. അപ്പൊ ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ മകളെ പേരക്കുട്ടിയുടെ കല്യാണമാണ്. നാട്ടിലാണ്, തിരേപ്പുറം അഞ്ചുമൂല ആ ഭാഗത്താണ് അവരുടെ വീട്. പക്ഷെ കല്യാണം നടക്കുന്ന മണ്ഡപം കുറ്റിപ്പുറാണ്, ചെല്ലൂര്. അപ്പൊ മുത്തുവത അവിടെ ഉണ്ട്, അതേപോലെ കുട്ടിമോൻ ഈ സൈഡിൽ ഇവിടെ ഉണ്ട്. ഇമ്മ ഒരു ഹായ് പറഞ്ഞാണ്, ഒരു ഹായ്. അപ്പൊ ഏതായാലും കുറ്റിപ്പുറത്ത് കല്യാണത്തിന് പോകണേ, അതിനോട് ബന്ധപ്പെട്ട വീഡിയോ എന്തത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൊന്നിപ്പോ തന്നെ അതാ ക്ഷീണം തുടങ്ങിയിട്ട് ഒരു വണ്ടി കയറി ഉള്ളതാണ്. അതെ, നമ്മുടെ മോനും ഇല്ല, വെറുതെ കിടന്നാണ്, ഗ്ലാസ്സൊക്കെ താത്തിക്കണേ. അപ്പൊ മോനിന് കൂടാൻ പറ്റിയില്ല, അതിൽ ഭയങ്കര വിഷമമുണ്ട്. ഏതായാലും നല്ലൊരു കാര്യത്തിന് നാളേക്ക് വേണ്ടി, നാളത്തെ ഒരു വാഗ്ദാനമാകാൻ വേണ്ടി പഠിക്കല്ലേ, അയക്കൂല്ല. അപ്പൊ 6 വരിപ്പാതയിലൂടെ ഇങ്ങനെ പോവാണ് നേരെ കുറ്റിപ്പുറം. അവിടെ ഇറങ്ങാനുള്ളടി, ഇതാണ് ഇവിടെയാണ് ഇറങ്ങേണ്ടത്. അപ്പൊ ഏതായാലും അപ്പൊ ഇന്നത്തെ കല്യാണത്തിന്റെ കുറ്റിപ്പുറത്തുള്ള നമ്മളെ പാലക്കാട് ഡിസ്ട്രിക്റ്റിന്റെ കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെയാണ് കുറ്റിപ്പുറത്ത് വെച്ചിട്ടാണെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ബന്ധുക്കാരെ, കുടുംബക്കാരെ, നമ്മുടെ ടോട്ടലി എല്ലാവരും ഇങ്ങോട്ട് പരിചയപ്പെടുത്തി തരാം, വീഡിയോയിൽ കാണിച്ചു തരട്ടെ അല്ലേ. അപ്പൊ നേരെ കുറ്റിപ്പുറത്തേക്ക് പോകണേ. ചാനൽ ആദ്യമായിട്ട് കാണാനൊക്കെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. നാളെ തോറും ഭംഗിയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് ആര് എറണാകുളമാണോ ആലപ്പുഴ തൃശ്ശൂരാന്നും വിചാരിച്ചിട്ടുണ്ടാ. ഇത് നമ്മളെ സ്വന്തം മലപ്പുറം ജില്ലയിലെ സ്വന്തം വളാഞ്ചേരിയാണ് അല്ലേ. ആളുവരിപ്പോ അതിന്റെ ആ ഭംഗി ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കുട്ടിമോനെ ഒരു മിനിറ്റ്, എന്താ രസം എന്നറിയല്ലേ, ആ മഞ്ഞ് മൂടി കിടക്കുന്ന താഴ്വരകളും. കാരണം ശരിക്ക് അറിയാത്ത ആള് കണ്ടത് നമ്മളെ വളാഞ്ചേരിയാന്ന് ഒരിക്കലും പറയാൻ കഴിയൂല, അത്രയും ഭംഗി. വട്ടപ്പാറിന്റെ ആ വലിയ കുണ്ടില്ലേ, അതിന്റെ മേൽക്കൂടെ പാലം വന്നത്. ഇത് നേരെ പോയി കണ്ട് ഇനി വളാഞ്ചേരിന്റെ അപ്പുറത്തുള്ള പോയി കയറുന്നത്. വട്ടപ്പാറ കഴിഞ്ഞു. വട്ടപ്പാറ നമ്മളിങ്ങനെ വലിയ ഒടിവൊക്കെ ഇറങ്ങുമ്പോ വലിയ കുണ്ടുണ്ടിന്നില്ല, ഓർമ്മ ഉണ്ടോ? റൈറ്റ് സൈഡില് ആ കുണ്ട് കൂടിയാണ് ഇപ്പൊ പോണത്. ഏതായാലും പൊന്നാ, ഏതായാലും എന്താ അഭിപ്രായം ഈ ഭംഗി കണ്ടിട്ട്? ഓനിങ്ങനെ ഗ്ലാസ് കൂട്ടിക്കണ, മഴ ചെയ്യുമ്പോ ഗ്ലാസ് കൂട്ടുക, അപ്പൊ അതിന്റെ ഒരു അസ്വസ്ഥത കിടക്കും. അപ്പൊ നമുക്ക് മഴ കുറയുണ്ട്, ഇപ്പൊ നമുക്ക് ഗ്ലാസ് താത്ത പറ്റും. അവിടെയൊക്കെ മഞ്ഞ് മൂടി കിടക്കണൊക്കെ മേലൊക്കെ നേരിട്ട് കാണണം, നല്ല രസമുള്ളൂ. ഞങ്ങൾക്ക് ശരിക്കും തിരുനാവായ കൂടി പോകാമായിരുന്നു, പക്ഷെ ഞങ്ങൾ ഈ ഭംഗി ശരിക്കും ഒന്ന് ആസ്വദിക്കാം. ഇത് കാണാന്ന് ഞങ്ങൾ 2-3 പ്രാവശ്യം ഇത് കണ്ടതാണ്. അപ്പൊ ഇതൊന്ന് കാണണം നല്ല ആഗ്രഹം, അതുകൊണ്ട് ഇതിൽ കൂടി തന്നെ വന്നാണ്. നിങ്ങളൊന്ന് കാണിക്കും ചെയ്യാം അല്ലേ. ഇതേ പൊളിയാണ് മാഷാ അല്ലാ. ചിലയിടത്തൊക്കെ പെയിന്റ് അടിച്ചിക്കണേ, അടിയില് പാലം തൂണാള്, ചിലയിടത്തൊക്കെ പെയിന്റ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആക്കണ്ടേ. അമ്മ കൊട്ടായിട്ടുണ്ട് നല്ലട്ടാ, എന്താ അമ്മക്ക് നേരം എന്തെങ്കിലുമൊക്കെ കുടിക്കുന്നതാണ്. അപ്പൊ ബെറ്റിലടക്ക ഇല്ല, കൊടുത്തിട്ടില്ല. ആ ഗ്ലാസ് അത്യാണ് ആണ് തുപ്പ. ആ കുട്ടിമാനം മുത്തും അഡ്ജസ്റ്റ് ചെയ്ത് തരും, അവിടെ ഇതാക്കി തരും. ഇവിടുത്തെ ഒരു പ്രത്യേകത വേറെ എന്താ വെച്ചാൽ ഇവിടെ പാടം കൂടി കൂടാൻ പോവാണ് അല്ലേ, ആ പച്ചപ്പം കൂടിയും വരും. പൊതുവെ ഈ മഴത്തുള്ള യാത്ര എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്, പറയാതിരിക്കാൻ കഴിയൂല. മഴത്തൊക്കെ കൊടുക്കാൻ പോണം. അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാ മൂന്നാർക്ക് പോകാനുള്ള പരിപാടിയാണ്. 3 ദിവസത്തെ പടച്ചു അനുഗ്രഹിച്ചാല് 2 ദിവസം കൊണ്ട് തന്നെ പോകാൻ ഉദ്ദേശിക്കണ്ടേ. 2 ദിവസം കൊണ്ടോ? പടച്ചു അനുഗ്രഹിച്ചാല് എന്താണ് വർത്താനം? അതെ,
പഠിച്ചു അനുഗ്രഹിച്ച ഇൻഷാ അല്ലാ 2 ദിവസം കൊണ്ട് നമുക്ക് മൂന്നാർ പോണം. പഠിച്ചു അനുഗ്രഹിച്ചില്ലെങ്കിൽ ഇന്നെ കുറ്റം പറയരുത്, അങ്ങനെ ഞാൻ പറയുള്ളൂ. അപ്പൊ ഇതാ പോകുന്നു KNRCന്റെ വാട്ടർ വണ്ടി. ആ നല്ല മഴ. പാട്ടർ പാനി മായി മഞ്ചിനീലു തണ്ണി. ഞാൻ എത്ര ഭാഷ എനിക്ക് പാട്ടർ പറഞ്ഞു തരാൻ അറിയോ? പാട്ടർ, വെള്ളം, തണ്ണി, മഞ്ചിനീലു, പാനി. അത് വിളിച്ച് വെറ്റിനെ പൊതി വെച്ചിട്ടാ വെറ്റിലാടൊക്കെ ഇല്ലാഞ്ഞാൽ വെറ്റിലാടൊക്കെ ഇല്ലാഞ്ഞാൽ വലിയ പൊറുതിയാണാക്കുക. ഇങ്ങനെ ഇടക്കിടക്ക് തിന്നാൻ കുട്ടിമാ അഡ്ജസ്റ്റ് ചെയ്താണ് ഗ്ലാസ്സിൽ കൂടി തുപ്പ. അല്ലെങ്കിൽ കൂടി ഇന്റെ പേച്ചതാറിനാണ് കുട്ടിമാനെ മേത്തേക്കാണ് തുപ്പിയാ മതി. അപ്പൊ മാറി തരും. പൊന്നുങ്ങട്ടൊരു മാട്ടാടിക്കുള്ളൊരു മാനസികാവസ്ഥയിലല്ല പൊന്നു. പൊന്നു വണ്ടി കയറിയിട്ടുള്ളൊരു അസ്വസ്ഥത ഉണ്ട്. പാടി ഞാനെന്നും അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമോക്ക് കണ്ടില്ലേ ഞാനെന്ത് പഠിക്കാം ബാക്കി. കൂട്ടുകാരെ എല്ലാം ഭാഗ്യം തുടച്ച് പാട്ടുകാരൻ ഞാനോ എന്നും തനിച്ച് നേട്ടം ഹാബീബിന്റെ നോട്ടം മോടിച്ച് നല്ല നോട്ടും കൊതിച്ച് കൊതിച്ച് വല്ലാതെ പാദം ചേർക്കണം വൈകാതെ പണ്ടേ മദീനയിൽ പാടി ഞാനിന്ന് ഇടയ്ക്ക് വേവുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് മൂളുന്നുണ്ട് മുന്നോ. ഞങ്ങൾ മക്കളെ വഴി വേച്ച് കൊറേ പോയില്ലേ. ഞങ്ങള് കുറ്റിപ്പുറം മദ്രസ ഓഡിറ്റോറിയം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മള് മാപ്പ് ഉണ്ട്, അത് നോക്കിയതില്ല, കൊറേ വൈകി. മാപ്പ് പുത്തന്താണിക്കെന്ന് നോക്കിയാണ് നമുക്ക് യഥാസ്ഥലത്ത് പെട്ടെന്ന് എത്തിന്ന്. മാപ്പ് ചതിച്ചിട്ടില്ല. നമ്മള് മാപ്പിനെ ചതിച്ചു. നമ്മള് മാപ്പിനെ ചതിച്ച്. അപ്പൊ ഏതായാലും ഏകദേശം ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ കരിഞ്ഞ് കത്തിക്കാളാണ്, ഒരു രക്ഷയില്ല. ഇമ്മ വെറ്റിലടക്കമ്പനെ അങ്ങനെ ബിരിയാണിന്റെ ആ ടേബിളുമൊക്കെ ഞാൻ ഫ്രണ്ട് ഭാഗത്തേക്ക് വരൂല, ബാക്കിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടാണ് കയറാൻ പോണേ. ഒരു രക്ഷയില്ല. പുല്ലുവാ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടെ. ഇവിടെ പാറപ്പുറങ്ങളൊക്കെയാണ്, ഒഴിഞ്ഞ കോറികളും ക്രിസറുകളും ഒക്കെ ഉള്ള ഭാഗങ്ങൾ തന്നെയാണ്. ആര് തിരിച്ചിട്ടില്ല, നമ്മളാണ് മാപ്പിനെ തിരിച്ചത്. തിരിയാനോ മറിയാനോ നേരെ വിടുക. ഇഷ്ടം പോലെ ചോദിച്ചിക്കണേ. എന്നാണ് ഇന്നാണ് ഇന്ന് റെഡ് അലർട്ട് തന്നിട്ട് കാര്യമില്ല. നാളെ മറ്റന്നാള് തരണം. നാളെ ഒരു ദിവസം പഠിപ്പാണ് മുടങ്ങുള്ളൂ. അത് ശരിയാണ്. അതാണ് ഇപ്പൊ നമ്മളെ ഉദ്ദേശം. ഇതെന്തായി കാണുന്നത്? എന്തോ ഒരു സംഭവമുള്ള ഫാക്ടറി ആണല്ലോ. ഒരു ഫാക്ടറിയാണ് അല്ലേ? വലിയ ക്രൈം ആയിട്ടുള്ള ഇതൊക്കെ കാണണ്ടേ. പൊന്നാറ മോനെ മാറ്റി പൈച്ചിട്ട് വെച്ചാ. ഈ തോട്ടത്തില് നാടൻ തണ്ണിമത്തൻ. അപ്പൊ ഓടിച്ചു നമ്മളെ എൻജോയ്. ബിലാലാ പ്ലാവ് ബിലാല് നിറച്ചില് ഇപ്പൊ ഇവിടെ ആവാൻ സാധ്യത ഉണ്ടല്ലേ. അനക്കും കൂടി പോകണ്ടേ? ഇനിയും പോണ്ട, ലേശം കൂടി ഉണ്ട്. ഒരു ലേശം കൂടി. നല്ല ഭംഗിയുള്ള ഭാഗത്ത് ആ ഭാഗത്ത് നല്ല കുണ്ടുണ്ടിട്ടാ. നല്ല വ്യൂ ഉണ്ടാവും. എന്താ KMCT അല്ലല്ലോ, കോളേജ് വ്യൂ പോയിന്റ്. എന്ത് ഭംഗിയാണോ. എന്താണ് കണ്ടുകളെ? അതാ താഴത്തേക്ക് അങ്ങോട്ട് കാണൂല.
ഒരാള് കാണാതെ ഇങ്ങനെ പറയണ്ട. ഞാൻ കാണണ്ടേ ആ ഭാഗത്തേക്ക് കാണാതെ പറയല്ല. നമ്മള് ഇതുപോലെ എരുത്തുനിന്ന് കാണുമ്പോഴേ രസം ഉണ്ടാവും. കൊണ്ടൊക്കെ പോണം. പത്തുവാ ഇവിടൊക്കെ തോൽപ്പണി തോല് വെട്ടിയതാണ്. റോഡ് സൈഡ് ഒക്കെ ക്ലിയർ ചെയ്യാണ്. നല്ല രസമുള്ള ഭാഗമാണ്. പായൂര് പകരനെല്ലൂരോ ഏതായാലും കുറെ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീടൊന്നും ഇല്ലാത്തൊരു അല്ലേ ഒരു ഒഴിഞ്ഞ ഭാഗമായി തോന്നും കണ്ടാല്. അപ്പൊ മദ്രസ പള്ളി ഇവിടെ കാണുന്നുണ്ട്. അതിന്റെ മദ്രസ കുറച്ചുകൂടി ഒരു അനക്കാണ്ട് ഇറങ്ങിയാ മതിയാവുന്ന തോന്നണേ. ഞാൻ പഠിച്ചോനെ കാണാഞ്ഞല്ലോ ശരിക്കും. 200 മീറ്ററില് 130 വണ്ടികളൊക്കെ കാണാൻ തുടങ്ങി. ഒരു സമാധാനത്തിലെത്തി. നമ്മൾ തിരിച്ചു പോകുമ്പോ ഇവിടെ അന്വേഷിക്കുക എളുപ്പവഴി ഏതാന്നിട്ടാ. ഇപ്പൊ വന്ന വഴിയല്ലേ? വന്ന വഴി ലോങ് ആണ്. നമ്മൾ കഞ്ഞിപ്പേരക്ക് പോയാൽ മതിയല്ലേ ഇഞ്ഞ്. വന്ന വഴി നല്ല ദൂരാ. വലത്തോട്ട് തിരിയണഞ്ഞ് ഇതേ ഒരു ഉൾഭാഗമാണ്. അങ്ങനെ മദ്രസ ഓഡിറ്റോറിയത്തിന്റെ സ്ഥലം ചേട്ടാ ശരിക്കും വണ്ടി നിർത്താൻ സ്ഥലം നടക്ക പറഞ്ഞ തീർന്നോ അതൊന്ന് തട്ടോ തിരിച്ചാല് കാണിക്കണ്ട നമുക്ക് അവിടെ അങ്ങനെ നിർത്താൻ പോകുമ്പോ. അപ്പൊ നല്ല മഴയാണ് മക്കളെ പെയ്യുന്നത് ട്ടാ. ഏതായാലും ഓഡിറ്റോറിയം ഇതാണ് മദ്രസിന്റെ ഓഡിറ്റോറിയം തോന്നുന്നു. ആളുകളൊക്കെ അതാ മഴത്ത് കരക്ക് നിൽക്കുന്നുണ്ട് കണ്ടില്ലേ. അപ്പൊ നമ്മളിവിടെ എവിടെയും സൈഡാക്കിയാണ് വല്ലാണ്ട് പോവട്ടെ. ഇനി ആ മഴ ആയതുകൊണ്ട് അവിടെ ഒന്നും വീഡിയോ എടുക്കൂല. ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കുള്ളൂ കേട്ടോ. കഥ ഇവിടെ എല്ലാരും ഇറങ്ങി. മുക്ക് മുമ്പ് തന്നെ ഓടണുണ്ടല്ലേ. ഞാൻ വരട്ടാ. ആട് വരെ നടക്കി. അപ്പൊ ഇതാണ് ഓഡിറ്റോറിയം. അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. ഇതുകൊണ്ട് അവിടെ പോയേക്കട്ടാ. വെള്ളം കുടിച്ചോ? പിന്നെ പണ്ട് ഒരു ബാഗ് ഉറക്കത്തിന് വെച്ചുകൊണ്ട് നമ്മളാ ഒരു മുക്കറി കൊടുത്തുകൊണ്ട് പറഞ്ഞാലോ പെട്ടെന്ന് സമയം മനസ്സിലായ ഇപ്പൊ കൊടുത്ത് ബാങ്കല്ലാന്ന്. എന്നാ ഈ ഗേരെ കല്യാണം മാറി. ഞാനുമ്മയും ചെന്നുകാണ്ട് ഫുള്ള് തിരയുണ്ടാ. പരിചയമുള്ള ഒരു കുട്ടിനെ പോലും കാണാനില്ല. ഞാൻ ലാസ്റ്റ് ഓക്ക് വിളിച്ചു കണേച്ചി എന്താണ് നിങ്ങൾ എവിടെയാണ് ഇത് ഇവിടെ ആരും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞേ. അപ്പൊ തന്നെ നിങ്ങൾ എവിടെ നിക്കണേച്ചെന്ന് കജ്ജൊന്നിച്ച് പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞേ ഈ സപ്ലയർമാരുടെ ഡ്രസ്സിന് കളർ എന്താ ചോളന്ന് പച്ചയാണ് അവിടെയുള്ള ചോപ്പാണ്. ഇവര് വണ്ടി ചെന്നവിടെ പോയിക്കാണ് വെള്ളമൊക്കെ കുടിച്ചേക്കണേ. ഞങ്ങള് ജ്യൂസും വെള്ളമൊക്കെ കുടിച്ചില്ല ചോറുന്നാൻ പോവണം. അപ്പോഴാണ് അറിയണത്. ഞാൻ വന്നുകാണ്ട് ബാബ അങ്ങനെ വലിയ വീഡിയോ എടുക്കണേ. ഞാൻ പറഞ്ഞ വീഡിയോ ഓഫ് ആക്കി ഒരു കാര്യം പറഞ്ഞാല് അവിടെ നിക്കണ ആരറിയോ? ഈ വള്ളത്തിന്റെ മയമാലില്ല ജ്യേഷ്ഠനാണ്. ഞാൻ കൈ എടുത്ത് വർത്താനം പറഞ്ഞത്. ഗൾഫിൽ നിന്നുള്ള പരിചയമാണല്ലോ. ഒരു കുറെ ചോറുന്നാനൊക്കെ പറഞ്ഞേ. ഒരു രക്ഷയില്ല പറഞ്ഞേ. ലാസ്റ്റ് ഓള് വിളിച്ചുകാട് പറഞ്ഞ കുറച്ചും കൂടി പോരണം. നിങ്ങൾ നമ്മള് മേപ്പിൽ കറക്റ്റ് നോക്കിട്ടാ പോകുന്നത്. നിങ്ങള് പക്ഷേ അപ്പൊ പൊന്നു നേരത്തെ പറഞ്ഞത് മേപ്പ് ചതിക്കും പൊന്നോ ഇജ്ജ് പറഞ്ഞ കറക്റ്റാണ്. മേപ്പ് ചതിച്ച്. അപ്പൊ ഏതായാലും യഥാർത്ഥ കല്യാണത്തിന് പോവാണ്. ഇപ്പൊ പോയതല്ല കല്യാണം. ഞാൻ ചിന്തിച്ചു ചോറ് വെച്ചായിരിക്കാൻ നന്നായി അറിയാം.
അപ്പൊ ഇപ്പൊ പോയതല്ല യഥാർത്ഥ കല്യാണത്തിൽ പോകണം. അത് പക്ക ഉള്ള ഏരിയയാണ്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് ആകെ കടന്നാ കുടുങ്ങിയാണ്, ആകെ വഴിയില്ല, വേറെ ഓട്ടോറിക്ഷ ഒക്കെ ബ്ലോക്കും. ഏതായാലും പോയോക്കാ. ക്ഷമക്കൊരു അതിരുണ്ട് അല്ലേ പൊന്നോ, വയറ് വിശന്നിട്ട് പോയി വെക്കുക. എന്താ ചെയ്യാ, ഭക്ഷണം കഴിച്ച നമുക്ക് പുതിന്റെ ഒപ്പം പോകാനുള്ളവർക്ക്. ഇത് ഭയങ്കര ഉള്ളേരിയാണ്. ഇനി ഇവിടുന്ന് എടുക്കാ തിരിയാനോ അവിടെ ചോദിക്കണ. അതിന്റെ പേരെന്താ അഭിപ്രായത്തിലേ? ഇനി ഓഡിറ്റോറിയം മാറിയാൽ അയിന്നാണ് തിന്നാന്നുള്ളതാണ്. ഒരു രക്ഷയില്ല, ഇനി തെരഞ്ഞെടുക്കാൻ പറ്റൂല അല്ല പൊന്നോ. അപ്പൊ ചില്ലൂര് ബെസ്റ്റ് ജുമാ മസ്ജിദ് എത്തി. ചെല്ലൂര് നമുക്ക് ചെല്ലൂര് ചില്ലൂര് വരുമ്പോ നമ്മളെ ഇവനെ ഓർമ്മ വരല്ലേ. അവിടെ എന്താ പറച്ചില്? ആ ശരൂരാണ്. വല്ലാത്ത കല്യാണമായി പോയി, മറക്കാത്ത കല്യാണം. നല്ല മഴയും ഇവിടെ കൊറേ വണ്ടികളൊക്കെ അതാ ഓഡിറ്റോറിയം കാണുന്നുണ്ട്. പൊന്നാരന്റെ പൊന്നു മക്കളെ, ഇവിടെ കൊറേ വണ്ടി. എന്തൊക്കെയാ അവസ്ഥ പോയോക്കായി. ഇവിടെ കുറച്ചൊരു സൗകര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അവിടത്തിനെക്കാട്ടിയും. എവിടെ അപ്പൊ കുഞ്ഞോളിയാൻ കണ്ട അവിടെ നമ്മളെ രണ്ടാമത്തെ അളിയാൻ ആള് ഉള്ളിൽ ചാടിക്കേരി. ഇതാ പെങ്ങളാണിത്, ഇതാ സൂറാന്നാണ് പെങ്ങളെ പേര്. രണ്ടാമത്തെ പെങ്ങളാണ് ഇത് കാണുന്നത്. ഓളും കേരി ഉള്ളിക്ക്. അളിയാനെ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇതാണ് നമ്മളെ ഓഡിറ്റോറിയം, ദാറുൽ ഇസ്ലാം മദ്രസ ചെല്ലൂർ വെസ്റ്റ്. അപ്പൊ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ആറ്റ് നോട്ടി കഷ്ടപ്പെട്ടേക്ക്. ഓക്കെ അമ്മ, ആ ചാലിക്ക് ഇറങ്ങരുതിട്ടാ. ഇവിടെ ഒരു പാർക്കിംഗ് ഒക്കെ കാണുന്നുണ്ട്, തിരിച്ചു നോക്കുക. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അളിയങ്ങനോടാ അല്ല നമുക്ക് സമ്മറിട്ടില്ല.
കണ്ടോളി. ഇത് എത്രടി? അമ്മായിമാനെ കണ്ടേ. അമ്മോസിനേതാ ചെക്കനേതാന്ന് അറിയാൻ പറ്റില്ല. ഇത് അമ്മോശനുണ്ടോ? കണ്ട ചെക്കനാ വിചാരിച്ചു. കല്യാണ ചെക്കനാണ് വിചാരിച്ചു അല്ലേ? അപ്പൊ ഞങ്ങള് പോവാണ്. കല്യാണം കഴിഞ്ഞ് കേട്ടോ. ആ ആയിക്കോട്ടെ. പൊന്ന് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. എന്താ വെച്ചാല് മുട്ടായി വേണം ആക്ക്. ഞാൻ അങ്ങനെ തെറ്റി കിടന്നതിന് എന്തായാലും തീരെ മുട്ടായി വാങ്ങി തരൂല. നല്ലപോലെ ഇരുന്നാലും മുട്ടായി വാങ്ങി തരും. വാങ്ങി തന്നീരെങ്കിൽ എന്റെ താടിന്റെ പൗതി ഞാൻ പഠിച്ചോ. പിന്നെ പൗതി താടി ചേർക്കും. പൊന്നോ വിശ്വാസമില്ല. വിശ്വാസമില്ല പൊന്നോ. എന്നാ ഓൻ മുന്നിട്ട് കഴിഞ്ഞ എവിടെയും നിർത്തണ്ടല്ലോ, നേരെ പെരേക്ക് പോവാം. അതാ ഇനിയിപ്പോ എവിടെയും നിർത്തണ്ട. നല്ല സുഖായി. ഞാനടാ എന്നോട് അവിടെ കച്ചറ റോഡാണ്, ഉൾഭാഗാണ്, നല്ല സ്ഥലത്തീര് വാങ്ങിത്തരാനാണ്. ഇതെന്ത് പൊട്ടനാ. ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. നമ്മളെ പെരീകത്തോളം പീടികളല്ലേ, ഇഷ്ടം പോലല്ലേ ഇവിടെ. അയവമ്മലല്ലേ ഇല്ലാത്ത. അപ്പൊ ഏതായാലും കല്യാണം എങ്ങനെ ഞങ്ങളിത് തിരിച്ചു പോവണേ അല്ലേ? നമ്മള് മാറിപ്പോയില്ലേ? എങ്ങനെയുണ്ട് ഓഡിറ്റോറിയം മാറിയത്? എങ്ങനെയുണ്ട്? ഞങ്ങളുണ്ടാവും കൂടി പൊട്ടന്മാരെ എങ്ങനെയാ മേപ്പെട്ട് നോക്കി നിക്ക. ഒരു ജീവനായ മത്സ്യന്മാരുണ്ട് ഞങ്ങൾക്ക് വെച്ചേരി. അറിയുന്ന ആൾക്കാരെ കാണില്ല. ഏതായത് വലിയൊരു കോമഡി മാറി. പെരുങ്ങോമടി. ഇവലാച്ചവിടെ പോയി വെള്ളവും കുടിച്ച് നല്ല അടിപൊളി ജ്യൂസ് കുടിച്ചിട്ടാ. നിങ്ങളൊക്കെ കുറിച്ച് പൊരുത്തപ്പെട്ടിക്കണേ. ഞാൻ പറഞ്ഞേ ഞങ്ങള് ജ്യൂസ് കുടിച്ചിക്കണേ. ചോറും തിന്നാൻ പറഞ്ഞു. അവൻ ചോറ് വേണ്ട, ഞങ്ങളിങ്ങനെ പെട്ടുപോയതാണ്. ഏതായാലും നിങ്ങൾ പൊരുത്ത ആയിക്കോട്ടെ അതിനെന്താന്നൊക്കെ പറഞ്ഞേ. ഞങ്ങള് ഫുള്ള് ചോറല്ലേ, നമ്മളെ പരിചയമുള്ള ആളെ നോക്കണേ. പരിചയമുള്ള ഒറ്റ മുഖം കാണില്ല. കാണില്ലേ? ആൺകുട്ടികളും ഇല്ല പെൺകുട്ടികളും ഇല്ല. ഏതായാലും അത് കഴിഞ്ഞ് ഏതായാലും അങ്ങനെ ഒരു കല്യാണം കണക്കാക്കിയത് ഏതായാലും ഉഷാറായി കഴിഞ്ഞു. മാഷാ അല്ലാ. ഏതായാലും ഞങ്ങള് വേഗം പോന്ന് ചെന്നിട്ട് കുറച്ച് പണികളൊക്കെ ഉള്ളതാണ് പെരിയില്. തൊട്ടടുത്താണ് നമ്മളെ. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ കേട്ടോ. ഇഷ്ടപ്പെട്ടവർക്ക് ഒന്നാണ് ഷെയർ ചെയ്താലും ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യൂണ്ടി. അതെ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. എന്താണ് എന്റെ മൂന്നൊക്കെ ഒരു കാണോ? ഒരു ബായ് പറഞ്ഞൂടെ? ഓഫാക്കി. നീ